വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ വലിയൊരു വചനവുമായിട്ട് നിൽക്കുവാൻ ഇടയാ. അങ്കിളെ മ്യൂട്ടായി പോയി. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വലിയൊരു വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ കൊണ്ട് ഇടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. I praise and glorify God for giving another opportunity to be with you all with the word of God. ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ സമയങ്ങളാണ്. And it is very important a time that which we spend in the presence of the Lord, meditating on the word that the Spirit of the Lord speaks unto us. നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. There is no two ways and no doubt about it when we meditate that the Spirit of God will speak unto us. ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചു, ദൈവവചനം പഠിക്കുന്നത് കൊണ്ടുള്ള അല്ലെങ്കിൽ ദൈവവചനം മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി. I happened to raise this question some times back. What is the benefit of meditating or learning from the Word of God? എന്തായിരിക്കാം അതിന്റെ ഗുണം? What is the benefit out of it? ദൈവവചനം ധ്യാനിക്കുന്നത് കൊണ്ട്, ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഗുണം അല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായിരിക്കാം? What is the main benefit of us being spending the time in the presence of the Lord and meditating on the Word of God? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ മറുപടികളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. If we raise a question of that nature, we might all have different answers to it. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ 119 സങ്കീർത്തനം 38 വാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്: നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. So in Psalm 119 and verse 38, we read as to what is the essence in when we are reading and meditating upon the word of God. And it reads like this: establish your word to your servant who is devoted to fearing you. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനം. Your word which will help me devote myself in fearing you. നാം ദൈവവചനം ധ്യാനിക്കുന്നത് കൊണ്ട്, ദൈവവചനം പഠിക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുവാൻ കാരണമാകും. So meditating, spending time in the presence of the Lord helps us to devote more for the fear of the Lord. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഏറ്റവും അധികം പരിപോഷിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. There is no two ways that this will only nourish our spiritual life. നാം ഇതുവരെയും ഒരു സബ്ജക്ട്, ഒരു വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Till now we were been meditating and learning on a topic called spiritual gifts. എന്നാൽ ഇന്ന് രാത്രിയിൽ നാം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും ചില വസ്തുതകളെ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. But today we are going to turn to 1 Corinthians chapter 15 and try and meditate from that portion of scripture. ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുന്നത് പോലെയല്ല വേദപുസ്തകത്തിലെ ഒരു അധ്യായം നാം ധ്യാനിക്കുക എന്ന് പറയുന്നത്. തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. There is a difference in studying a certain topic from the scripture and meditating on a certain chapter of the scripture. ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് ആത്മീയ ജീവിതത്തിന് ധാരാളം ആലോചനകളെ, ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായ അനേകം ആലോചനകളെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തരുന്നത്. So only when we meditate is when spiritual led thoughts are being given to us, and that is very beneficial to our spiritual life. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള അധ്യായങ്ങളിൽ ഒന്നാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം. It's a very familiar portion of scripture, 1 Corinthians chapter 15. ഇന്ന് രാത്രിയിൽ ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. So tonight, in the light of the word today, want to meditate on few important things from this chapter. വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് നമുക്ക് ഓരോ വാക്യങ്ങൾ വെച്ച് ധ്യാനിച്ചു പോകാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. We do not have time to go verse by verse and meditate on each. എന്നാൽ ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് ചില സത്യങ്ങളെ ദൈവാത്മാവ് നൽകി തന്ന ചില സത്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. But I desire to highlight to you certain truth with this portion of scripture brings about. ഇതിന്റെ ആദ്യത്തെ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം.
Let's come to the starting few verses of this chapter. ഞാൻ ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 സത്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. I want to bring to you the 3 vital truths from this chapter. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് സുവിശേഷം, അതായത് ദൈവത്തിന്റെ സുവിശേഷം നിലനിൽക്കുന്ന 4 അടിസ്ഥാന ചരിത്ര സത്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ 15ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. There are the 4 historic truths of the foundation of this gospel, which is mentioned in the preliminary verses of this chapter. സുവിശേഷം എന്താണ് സുവിശേഷം? What is gospel? സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? What is the gospel? അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? What would be an answer if you were to ask that question? ഇന്നത്തെ ആദ്യത്തെ ചോദ്യം അനില സിസ്റ്ററിനോടായിക്കോട്ടെ. അനില തോമസ്, എന്താണ് സുവിശേഷം? The first question is to Sister Anila, and what is the gospel? ക്രിസ്തുവിന്റെ മരണം, ശവസംസ്കാരം, പുനരുദ്ധാനം, ഇതിനെക്കുറിച്ചുള്ള അറിവും മറ്റുള്ളവരിലേക്ക് അത് പകരുന്നതും. സിസ്റ്റർ പറഞ്ഞ വളരെ ശരിയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുദ്ധാനവും പിന്നെ ക്രിസ്തുവിന്റെ രണ്ടാം വരവും. കർത്താവായ യേശുക്രിസ്തുവിൽ ആണ് സുവിശേഷത്തിന്റെ വെളിപ്പെടുത്തൽ കാണാൻ കഴിയുന്നത്. So the essence of the gospel is that the gospel is a revelation through Christ itself. സിസ്റ്റർ പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് ആണ്. എന്നാൽ പലർക്കും ചോദിച്ചാൽ, അല്ലെ പലരോടും ചോദിച്ചാൽ അറിയാൻ കഴിയാത്തതായിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. സുവിശേഷം എന്താണെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ചിത്രം പലരുടെയും മനസ്സിൽ ഇല്ല എന്നുള്ളത് നാം സമ്മതിച്ചേ മതിയാകുള്ളൂ. This is something that we need to definitely admit to ourselves, that when the question is raised, what is gospel, we do not have a clear understanding about it. ഇവിടെ ഈ 15ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ 4 പ്രധാനപ്പെട്ടതായിരിക്കുന്ന വസ്തുതകൾ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. So in the first 4 verses of chapter 15 of 1 Corinthians, we see that there are 4 important truths about the gospel which is mentioned. ആ 4 സത്യങ്ങളിലാണ് സുവിശേഷം നിലനിൽക്കുന്നത്. And that is the foundation on which the gospel is held. അതേതെല്ലാമാണെന്ന് ഞാൻ പറയാം. നമ്പർ 1, ക്രിസ്തുവിന്റെ മരണം, അഥവാ ക്രിസ്തു മരിച്ചു. First of them is the death of the Lord Jesus Christ. 2, ക്രിസ്തുവിന്റെ അടക്കം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അടക്കം ചെയ്തതായ കാര്യം. Second is the burial of the Lord Jesus Christ. 3, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Third is the resurrection of the Lord Jesus Christ. 4, യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നു. And 4th, the appearance of the Lord Jesus Christ. ഇവിടെ 15ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ 4 പ്രധാനപ്പെട്ട ചരിത്ര സത്യങ്ങളെ പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് താല്പര്യപ്പെടുകയാണ്. Here is the Spirit of God who want to emphasize the 4 historic truths about the gospel in the first 4 verses. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഏതാണ്ട് 24 ഡിവൈസസ് ഉണ്ട്. എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ് ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്. എന്നാൽ ചോദ്യം ഇതാണ്, എന്താണ് ക്രിസ്തുവിന്റെ മരണം? So all those who have joined tonight, we all know about the death of Lord Jesus Christ, but the കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ചിത്രം? So what is the picture that comes to our mind when we talk about the death of our Lord Jesus Christ? എന്താ ബിനുവിന് പറയാൻ പറ്റുമോ? ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ നാം എന്താണ് അർത്ഥമാക്കുന്നത്? What do we mean by the death of our Lord Jesus Christ? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. ഓക്കെ, പ്രായശ്ചിത്ത മരണം, നമ്മുടെ പ്രായശ്ചിത്ത മരണം നമുക്ക് മറുവിലയായി തീർന്നത്, മറുവിലയായിട്ട് തീർന്നത്. പിന്നെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം. വെരി ഗുഡ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സാധാരണ ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഇപ്പോൾ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം എന്നാകുന്ന വാക്ക് പറഞ്ഞല്ലോ, ആ നിലയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് ക്രിസ്തുവിന്റെ മരണം?
So there are many things that we come across as an answer, redemptive cause, that Lord died for us. But think it from the perspective of the display of love of God, or through the death of Lord Jesus Christ. നമ്മുടെ ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you remember a certain important things that I spoke to you at the start of the class about the death of the Lord Jesus Christ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ സത്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. So there is an important vital truth which is been given to us by the Holy Spirit on Acts of the Apostles chapter 2 and verse 23. ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ കേവലം പാപികളായ മനുഷ്യർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നുള്ളതായി ആ വസ്തുതയിൽ ചുരുങ്ങി പോകുവാൻ ഒരിക്കലും പാടുള്ളതല്ല. ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ ആധികാരികമായ ചില സത്യങ്ങൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. So there are it's just not that he died for the sinners. It should not be concise to it, but there are vital, more important truths in that. ക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 2:23 വായിക്കുന്നത്, ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു കൊടുത്ത മരണമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. So the death of the Lord Jesus Christ is being by the determined purpose and foreknowledge of God was delivered. ആ വാക്ക് നിങ്ങൾ വിശേഷാൽ ശ്രദ്ധിക്കണം. ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു കൊടുത്ത മരണം. See, a death which was with a determined purpose and foreknowledge of God, and that he delivered the Lord Jesus Christ. എന്താണ് ദൈവത്തിന്റെ നിർണയം എന്ന് പറഞ്ഞാൽ? What is the purpose of God? ദൈവത്തിന്റെ നിർണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? What is that which crosses our mind when we say purpose of God? ദൈവം ഒരു കാര്യം നിർണയിച്ചാൽ ആ നിർണയത്തിന് യാതൊരു മാറ്റവും ഇല്ല. If God decides on certain thing, there is no change to that. എന്നാൽ ഇവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ സ്ഥിര നിർണയം എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് വായിക്കാൻ കഴിയുന്നത്. See, here we find the determined purpose of God. ദൈവത്തിന്റെ തീരുമാനത്തിന്, ദൈവത്തിന്റെ നിർണയത്തിന് യാതൊരു മാറ്റവുമില്ല. എന്നാൽ ദൈവത്തിന്റെ സ്ഥിര നിർണയമായിരുന്നു തന്റെ ഏകജാതനായ പുത്രനെ മാനവരാശിക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. See, there is never a question that the decision and purpose of the Lord will ever change. But here it says it was a determined purpose of the Lord that he should give his only son for the remission of the sin of humanity. ഒരു മനുഷ്യനും അവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായ ഒന്നല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്. The Lord Jesus Christ's death is not something that you can logically understand through human minds. ഏത് മനുഷ്യനും ഒരു ബുദ്ധിയുടെ പ്രമാണമുണ്ട്. Anybody can have a sense of understanding through his thoughts. എന്നാൽ മാനുഷികമായിരിക്കുന്ന ബുദ്ധിയിൽ ഒതുങ്ങുന്നതായ കാര്യമല്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്നുള്ളത്. But the death of the Lord Jesus Christ cannot be understood through human intelligence. യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥിര നിർണയവും മുന്നറിവും ആ കാര്യത്തിൽ ഉണ്ടായിരുന്നു. So there are two important things that is mentioned about the death of Lord Jesus Christ, that it was by the determined purpose and the foreknowledge of God. എന്താണ് ദൈവത്തിന്റെ മുന്നറിവ്? What is the foreknowledge of God? ഞാനൊരു കാര്യം എങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും തന്റെ പുത്രൻ മരിച്ചു എന്ന് പറയുമ്പോൾ അത് ആ മരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും വിവേകത്തിലുമാണ് ദൈവം ചെയ്തിരിക്കുന്നത്. So when the law, it is mentioned that it is a determined purpose and foreknowledge that he delivered his son, meaning this is coming out from that wisdom and knowledge of God which is far beyond description. ഒരു പ്രാവശ്യം കൂടെ പറയാം. Let me tell that to you one more time. യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥിര നിർണയവും മുന്നറിവുമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. So the
death of Lord Jesus Christ was with a determined purpose and the foreknowledge of God. ഈ മരണത്തെ അഥവാ ഈ മരണം നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും വിവേകത്തിലുമാണ്. So that this death has been revealed unto us with all wisdom and knowledge of God. ഈ വാക്യം നാം എവിടെയാ വായിക്കുന്നത്? Where do we read this verse? നമുക്ക് ദൈവം നൽകി തന്നതായ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്, ആ മരണത്താൽ ലഭിച്ച വീണ്ടെടുപ്പ് ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും വിവേകത്തിലുമാണ് തന്നിരിക്കുന്നത്. You know that the death of the Lord Jesus Christ has been revealed unto us with all knowledge and wisdom of God. Where do we find this? ഇവിടെയാണ് വായിക്കുന്ന ആർക്ക് പറയാൻ പറ്റും? Who can say this? ദൈവത്തിന്റെ സർവജ്ഞാനവും വിവേകവുമായിരുന്നു പുത്രന്റെ മരണം. ആ മരണത്തിൽ കൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ്. You know, it is all knowledge and understanding of God that it was the the death of Lord Jesus Christ. Acts chapter 2. ആക്ട്സ് ചാപ്റ്റർ 2 വായിക്കുന്നുണ്ട്. പക്ഷെ ഈ വാക്യം, അതായത് ദൈവത്തിന്റെ സർവജ്ഞാനവും വിവേകവും വേണ്ടി വന്നു നമ്മുടെ വീണ്ടെടുപ്പിന്. For our redemption, it needed all purpose, all knowledge and purpose of God for our salvation. Colossians chapter 1. ഞാൻ ഒന്നും കൂടെ പറയാം, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് തന്റെ മരണത്താലാണ് നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചത്, സംശയമൊന്നുമില്ലല്ലോ. There is no വീണ്ടെടുപ്പ് ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും വിവേകത്തിലുമാണ് ദൈവം നൽകി തന്നിരിക്കുന്നത്. See, there is no two question that our redemption is totally based on the death of our Lord Jesus Christ. However, this is coming from all wisdom and knowledge of God. Second Peter ആണ്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് വായിക്കുന്നത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. Ephesians chapter 1 and verse 7 is where we read about this. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ തനിക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. In him we have redemption through his blood, the forgiveness of sins, according to the riches of his grace, which he made to abound to us in all knowledge and prudence. പ്രിയപ്പെട്ടവരെ, ഒന്ന് ധ്യാനിച്ചു നോക്കുക. യേശുക്രിസ്തുവിന്റെ മരണം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യത ഈ വാക്കുകളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നു. See, look at the importance that we can understand through what is being mentioned here about our redemption. ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് ഈ നിലയിൽ ഒരു പ്രാധാന്യത കൈവരിക്കുവാൻ, അല്ലെങ്കിൽ പ്രാധാന്യത കണ്ടെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നാം ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, ദാറ്റ്സ് ഓൾ, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ അതല്ല, ക്രിസ്തുവിന്റെ മരണം എന്താണ് എന്നുള്ളതിന്റെ വ്യക്തമായ ചില ചിത്രങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. See, are we able to find that treasure or the greatness or the mightiness in which we say about the death of Lord Jesus Christ in our redemption work? We normally casually say it and go away, but are we able to find that greatness? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീരുകയും അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. So in Isaiah we read about how the Lord Jesus Christ was being, crushed on that cross, and how it was in the determined counsel and wisdom of God that he had to go through it in that manner. യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ
ദൈവത്തിന്റെ സ്ഥിരനിർണയവും മുന്നറിവുമായിരുന്നു ആ മരണത്തിന്റെ പിന്നിലുണ്ടായിരുന്നത്. So it was the determined purpose and the foreknowledge of God behind the death of the Lord Jesus Christ. കാലങ്ങൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ദൈവം തീരുമാനിച്ച ഒരു സത്യമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. തന്റെ പുത്രനെ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ ഭാഗമായിരുന്നു. So it was in the determined counsel, and even before the foundation of the world was laid, it was in the determined purpose of the Lord that God would be able to redeem the mankind through his son Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ മരണത്തെ നോക്കിക്കണ്ടത് എങ്ങനെയാണ്? And in Galatians chapter 2 and verse 20, we see as to how the Lord Jesus Christ looked upon to this death. നാം എന്താ അവിടെ വായിക്കുന്ന അറിയാമോ? What do we read there? ഗലാത്യർ 2:20 വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവനർപ്പിച്ച ദൈവപുത്രങ്കലുള്ള വിശ്വാസാൽ അത്രേ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. See how it has been beautifully mentioned. I have been crucified with Christ. It is no longer I who live, but Christ in me, and the life which I have now in the flesh, I live by faith in the Son of God who loved me and gave himself for me. ഞാൻ ഈ കാര്യം വിശദീകരിക്കാൻ നേരത്തൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. I normally, when I explain, I mention of these things. കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിന്റെ ഹെരോദാവിന്റെ മുമ്പാകെ മാറി മാറി വിസ്തരിക്കപ്പെട്ടതായിട്ട് സുവിശേഷം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. Through the Gospels, we see as to how he was in front of Pilate and Herod, where he was being asked to explain things. പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിത്രം മനസ്സിലൊന്ന് ധ്യാനിക്കാൻ കഴിയുമോ? Are we able to think about the picture about Pilate, the Lord Jesus Christ standing in front of Pilate? പീലാത്തോസ് എന്ന് പറയുന്നത് ദേശത്തിന്റെ നാടുവാഴിയാണ്. And Pilate is the one who is ruling over. ഈ പീലാത്തോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. And there is one thing that the Pilate mentioned to the Lord Jesus Christ. നാം സുവിശേഷങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എനിക്ക് നിന്നെ ക്രൂശിപ്പാനും നിന്നെ വിട്ടയപ്പാനും അധികാരമുണ്ട് എന്ന് പീലാത്തോസ് പറയുകയുണ്ടായി. Pilate makes this comment to the Lord Jesus Christ that I have the power to set you free and to deliver you. ഒരു നാടുവാഴി എന്ന നിലയിൽ അത് സത്യമാണ്, അതിന് മാറ്റമൊന്നുമില്ല. There is no two question. Being a person who is ruling over that land, there is, what he is saying is right. എന്നാൽ ആ സമയം വരെ മൗനമായി നിന്ന യേശു ഈ വാക്ക് കേട്ടുമ്പോൾ പ്രതിവച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? But till that time, the Lord Jesus Christ was silent. But as he heard Pilate saying this is his response to him. എന്താ പറഞ്ഞെന്നറിയാമോ? Do you know what did he say there? കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, മേലിൽ നിന്നും നിനക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഇല്ല. This is how the Lord Jesus Christ responded to Pilate. Until that is been given from above, you do not have any authority over me. എന്നെ ക്രൂശിക്കണമെങ്കിലും എന്നെ വിട്ടയക്കണമെങ്കിലും മേലിൽ നിന്നും നിനക്ക് ഒരു അരുളപ്പാടുണ്ടാകണം. മേൽ അനുവദിക്കാത്തടത്തോളം കാലം പീലാത്തോസേ എന്റെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. Lord Jesus Christ is saying that statement to Pilate to say, until the authority and permission is given from above, you do not have any authority over me, either to deliver me or to set me free. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു. And here is Pilate delivering up the Lord Jesus Christ to be crucified. മാനുഷികമായ വശത്ത് അത് സത്യമാണ്, ഒരു മാറ്റവും അതിനില്ല. There is no two questions in a human way. That is right, what has happened there. എന്നാൽ ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം പീലാത്തോസ് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. But until the Lord God permit it to have happened, there is no way it could have happened there. അതിന്റെ കാരണം എന്തെന്നറിയാമോ? You know what was the reason for that? അതിന്റെ കാരണം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്,
അവൻ മേലിൽ നിന്നും വന്നവനാണ്. And the reason of that is we read in Gospel of John chapter 3 that he came from above. 31 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 31 വാക്യത്തിൽ വായിക്കുന്നത് മേലിൽ നിന്ന് വരുന്നവൻ. And Gospel of John chapter 3 and verse 31, he who comes from above. ആ ഒരു വാക്ക് വിശേഷമാണ് ഒന്ന് ധ്യാനിക്കാമോ? മേലിൽ നിന്ന് വരുന്നവൻ. The one who comes from above. Can you meditate? Can you think about it? മേലിൽ നിന്നും വരുന്നവൻ. The one who comes from above. സകലത്തിന്റെ അധികാരം മേലിലാണ്. മേലിൽ നിന്ന് വരുന്നവന് മാത്രമേ ഈ ഇവന്റെ മേൽ ഒരു അധികാരം എടുക്കുവാനായിട്ട് കഴിയുള്ളൂ. See, every authority comes from above. The only thing that comes from above can have an authority over him. മാത്രമല്ല അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, 31-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നും വരുന്നവൻ. And then in verse 31 again we see that he comes from the heavens. ആ വാക്ക് കണ്ടോ? മേലിൽ നിന്ന് വരുന്നവൻ, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ. ഇനി അടുത്തത് 34-ാമത്തെ വാക്യം നോക്കി. See, it says he comes from above, he comes from heaven. Let's read verse 34 as well. ദൈവം അയച്ചവൻ. The one whom God has sent. 3 വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. 3 verses that I want to bring to you. 31-ാം വാക്യത്തിൽ മേലിൽ നിന്ന് വരുന്നവൻ. 31, he comes from above. 31-ാം വാക്യത്തിൽ 2-ാമത്തെ ഭാഗത്ത് സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ. And you know, in 32 in English it says he comes from heaven. Yeah, 34 verse 34, ദൈവം അയച്ചവൻ. And in verse 34 it says he's been sent by God. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവം അധികാരം നടത്തിയതായിരിക്കുന്ന പല വാക്കുകൾ ഈ സുവിശേഷത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. And in this Gospel of John there are many places that you find where the Father God has put his authority over the Lord Jesus Christ. മേലിൽ നിന്ന് വരുന്നവൻ, അവന്റെ മേൽ അധികാരമുള്ളത് മേലിലുള്ള വ്യക്തിക്ക് മാത്രമാണ്. Because he comes from above, the authority over him is also from the above. ഇനി 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എബ്രായർ 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ്. Hebrews chapter 9 verses 13 and 14. യേശുക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. And that is what we read about the death of the Lord Jesus Christ being spoken by the Holy Spirit. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് 13-ാം വാക്യത്തിൽ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കമായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. Verse 13 it says like this, for if the blood of bulls and goats and the ashes of the heifer sprinkling to the unclean sanctifies and for the purifying of the flesh, how much more shall the blood of Christ through the eternal Spirit offered himself without spot to God cleanse your conscience from dead works to serve the living God. നിത്യാത്മാവിനാൽ ദൈവത്തിന്റെ മുമ്പിൽ ഈ നിഷ്കളങ്കമായ രക്തം ദൈവം അർപ്പിക്കുന്നു. Through the eternal Spirit of God is been able to offer himself without spot. 3 കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഒന്ന്, ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലാണ് യേശുക്രിസ്തുവിന്റെ മരണം. One, we understood about the death of Lord Jesus Christ, that it is the determined purpose of God. 2, പുത്രൻ സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. Secondly, that the Lord Jesus Christ himself delivered it up. പുത്രന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് പുത്രൻ, മേലിൽ നിന്ന് വന്നവനാണ് പുത്രൻ, ദൈവം അയച്ചവനാണ് പുത്രൻ. So the Lord Jesus Christ, the Son, comes from above. He is from heaven. He's been sent by God the Father. 3-ാമത്തെ കാര്യം, എബ്രായർ 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ ദൈവാത്മാവ് ഈ നിഷ്കളങ്കമായ രക്തത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. And then in Hebrews chapter 9 verse 13 and 14 that it is the eternal Spirit of God that he himself offered without any spot to God. ദൈവം തന്റെ പുത്രന്റെ മേൽ നടപ്പാക്കിയ ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ വ്യക്തത
പരിശുദ്ധാത്മാവായ ദൈവം തിരുവെഴുത്തിൽ കൂടെ നമ്മുടെ മുമ്പാകെ ഓർമ്മിപ്പിച്ചു തരികയാണ്. And here is through the scripture by the Spirit of God, it's been so beautifully been put across toward the greatness as to how the death of Lord Jesus Christ has been. കേവലം കർത്താവായ യേശുക്രിസ്തു മരിച്ചു, പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും കേവലം ഒരു മരണമായിട്ട് മാത്രം അതിനെ ചിത്രീകരിച്ചാൽ പോരാ, വളരെ ഗൗരവമുള്ളതായ ഒരു പ്രയോഗമായിട്ട് നാം അതിനെ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കും. See, the death of Jesus Christ cannot be just casually spoken that he died for sinners, although that is true, but you need to understand how great and how magnificent is the way in which he was being delivered to death, and what was the reasons for it. ഞാനൊരു 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 3 more things that I want to say. ഒന്ന്, ദൈവം തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ മരണമായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. It is the love that the Lord displayed through the death of Lord Jesus Christ. കൃത്യമായ ഒരു വാക്യം പറയാമോ? Can you say a very definitive word for that or a words for that? ദൈവം തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയ മരണമായിരുന്നു ക്രിസ്തുവിന്റെ മരണം എന്നുള്ളതിന് വ്യക്തമായ ഒരു വാക്യം. John 3:16. സോറി, John 3:16. 3:16 ശരിയാണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ക്രൂശിലെ മരണം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It should be in 1 John, uncle. ആർക്ക് പറയാം? ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന, വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം. The specific verse which talks about that the death of Lord Jesus Christ was the display of God the Father, the display of love of God the Father. സൂസൻ സിസ്റ്റർ പറയാമോ? ഓർമ്മയില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയാം, റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. Romans chapter 5 and verse 8. എന്താ അവിടെ വായിക്കുന്നത്? What do we read there? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. And we read it in this manner that but God demonstrated his own love towards us. Demonstrated his own love towards us in that while we were still sinners, Christ died for us. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം. And this is where the Spirit of God through the scriptures very much in clarity says that it was a demonstration of the love of God, the death of Lord Jesus Christ on the cross. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം, ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു എങ്കിലും അത് ഒരു ശാപഗ്രസ്തമായ മരണം കൂടിയായിരുന്നു. See, although it was a demonstration of God the Father and his love, it was also a cursed death. ഒന്ന് കണക്ട് ചെയ്യാമോ? Can you connect it? ഒന്ന് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. One, it was a demonstration of love of God. എന്നാൽ അതുപോലെ തന്നെ ശാപഗ്രസ്തമായ ഒരു മരണവുമായിരുന്നു അത്. And also on the other side, it was a cursed death. നല്ല സിസ്റ്റർ എവിടെയോ വായിക്കുന്ന ശാപഗ്രസ്തമായ മരണമായിരുന്നത്? Where do we read it was a cursed death? Galatians chapter 2. ചാപ്റ്റർ 2 ആണോ അതോ ഗലാത്യർ 3:13 ആണോ? ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ബിനു, യു ആർ കറക്റ്റ്. Galatians ഗലാത്യർ 3:13 വായിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. Galatians chapter 3 and verse 13, Christ has redeemed us from the curse of the Lord, having becoming a curse for us, for it is written, cursed is everyone who hangs on a tree. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. In one side, it was a demonstration of the love of God. എന്നാൽ അതേ മരണം, അതേ സാഹചര്യം, അതേ അവസ്ഥ പാപത്തിന്റെ മേൽ അല്ലെങ്കിൽ ശാപഗ്രസ്തമായ ഒരു മരണമായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. But at the same time, it also reflects another nature, that it was a cursed death. That was a curse. That was the death of the Lord Jesus Christ on the cross. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക,
രണ്ടാമത്തെ കാര്യം, Second thing, പാപത്തിന്റെ ശിക്ഷയുടെ മരണമായിരുന്നു അത്. it was the punishment or the penalty of sin. That was the death of Lord Jesus Christ on the cross. സകല മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷയായിരുന്നു യേശുക്രിസ്തുവിന്റെ മരണം. The Lord Jesus Christ's death was the penalty of the sin of the entire mankind. എന്നാൽ At the same time, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട മരണവുമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. and it also was a death which redeemed of people from the penalty of sin. ആ രണ്ടാശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Do you understand the understanding of those two thoughts? ഒന്ന്, പാപത്തിന്റെ ശിക്ഷയുടെ മരണമായിരുന്നു. It was the punishment of the death, punishment of the sin, and that was the death. എന്നാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട മരണവുമായിരുന്നു അത്. But at the same time, it was something which set free from the penalty of the death of sin. ഈ വിഷയം ഒന്ന് ധ്യാനിച്ചു നോക്കുക. ഒന്ന്, പാപത്താൽ ശിക്ഷിക്കപ്പെടുന്നു, പാപം ഒരു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതായിരിക്കുന്ന അവസ്ഥ. Can you think about in this manner that a death penalty is for the sin, and that is the death of the Lord Jesus Christ. ആ മരണത്താൽ തന്നെ സ്വതന്ത്രമാക്കപ്പെടുന്ന അവസ്ഥയിൽ, And at the same time, through death you've been freed from the penalty of sin. നാം റോമാലേഖനം 5-ാം അധ്യായത്തിൽ വാക്യം പറയുന്നില്ല. ആ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്: നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു മരിച്ചു. എത്രാം വാക്യമാണെന്നറിയാമോ? And in Romans chapter 5 it says, as we were Verse 6. not of much strength, without strength, that God died for us. 6-ാമത്തെ വാക്യമാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു മരിച്ചു. And that we were without strength, that the Lord Jesus Christ died in due time. എന്ത് ബലഹീനതയാണത്? What is that without strength, or what that state is? Helplessness. എന്ത് ബലഹീനതയാണ്? ദൈവത്തിന്റെ മുമ്പിൽ നിൽപ്പാനുള്ള നാം ബലഹീനരായിരിക്കുമ്പോൾ, സ്വയം രക്ഷിക്കാൻ കഴിവില്ലാതെ ഇരുന്നപ്പോൾ, സ്വയം ഡെലിവർ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും സ്വയമായിട്ട് നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് സ്വയമായിട്ട് വിടുവിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത സമയത്താണ് ക്രിസ്തു എന്റെ ബലഹീനത കണ്ട് എനിക്ക് വേണ്ടി മരിക്കുവാനിടയായി. See, the point where I could not have delivered myself from the penalty of sin, that is called as without being strength. At that time, Christ is dying on my behalf to give me that redemption. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത് നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു മരിച്ചു എന്നുള്ളതാണ്. And in Romans chapter 5 and verse 8, we read that he died for us while we were still sinners. റോമർ 5:10 വായിക്കുന്നത് നാം ശത്രുക്കളായിരിക്കുമ്പോൾ ക്രിസ്തു മരിച്ചെന്നാ വായിക്കുന്നത്. And in 5 verse 10 of Romans, it says he died us while we were still enemies. ഈ റോമാലേഖനം 5-ാം അധ്യായം എടുക്കാമോ? Let's turn to Romans chapter 5. റോമാലേഖനം 5-ാം അധ്യായം. Romans chapter 5. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? How does it start? Therefore, having been justified. ഗ്ലാഡിസ് ബ്രദറെ, മുമ്പത്തെ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഗ്ലാഡിസ് ബ്രദറിന്റെ സഹോദരി ഉത്തരം പറയാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടു. റോമാലേഖനം 5-ാം അധ്യായം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? How does Romans chapter 5 start? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഒന്നുകൂടെ നോക്കിയേ, ആ വാക്യം അങ്ങനെ തന്നെയാണോ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് എന്ന് പറയുന്നത് ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരുന്നത്? Therefore, having been justified by faith, what tense is that used? That usage is past tense or present tense or future tense? present continuous. Present perfect tense. Present perfect tense. Okay. അല്പം കൂടെ. Present continuous.
വിശ്വാസത്താൽ നീതി, എനിക്ക് ഇംഗ്ലീഷ് വല്ല വശമില്ല എങ്കിലും ഞാൻ പറയണ്ടേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ്? That is Having past been tense. justified by faith. That is past tense. പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It is അത് past tense. കഴിഞ്ഞ കാലമാണ്. It is something that has already happened. ഇനി 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കിയേ. In 5 and verse 2. Through whom കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസം മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അത് ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? which tense it in verse 2 it says by faith into this grace in which we stand. Present tense. പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുക, ഒന്നാമത്തെ കാര്യം, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇന്ന് നമുക്ക് വിശ്വാസത്താൽ അവന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. See, 1 in verse 1, being justified by faith, we say that it's in past tense, and through that faith we have an access into his presence and we stand by grace. It's a present tense. ഇനി തൊട്ടടുത്ത വാക്യം നോക്കിയേ, 3-ാമത്തെ വാക്യം. Verse 3. സോറി, 2-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. And that we glory in the hope and rejoice in the hope of the glory of God. മലയാളത്തിൽ പ്രശംസിക്കുന്ന വാക്കാണ്, ഇംഗ്ലീഷിൽ റിജോയ്സ്, സന്തോഷിക്കുന്ന വാക്കാണ്. ഓക്കെ, രണ്ടും ശരിയാണ്. അങ്ങനെയെങ്കിൽ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുന്നു. Rejoice in the hope of the glory of God. Future. അപ്പൊ വീണ്ടും ചോദ്യം, അതേത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? Future. നോക്കുക, 3 കാലങ്ങളോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സത്യം വെളിപ്പെടുത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. Here is the Spirit of God who wants to transcend over tenses and make us understand the greatness. എന്റെ ബലഹീനതയിൽ ക്രിസ്തു മരിച്ചു. In my state of, without strength, that the Lord Jesus Christ ഞാൻ died. പാപിയായിരുന്നപ്പോൾ ക്രിസ്തു മരിച്ചു. While I was yet a sinner, Christ died. ഞാൻ ശത്രുവായിരുന്നപ്പോൾ ക്രിസ്തു മരിച്ചു. While I was an enemy, Christ died. എന്നാൽ വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടപ്പോൾ, But through faith, when I got justified, 3 കാലങ്ങളോട് ബന്ധപ്പെട്ടാണ് എനിക്ക് വീണ്ടെടുപ്പിനെ ദൈവം സാധിപ്പിച്ചിരിക്കുന്നത്. and God has given me that redemption in all the 3 tenses. അത് എത്രയോ ആശ്ചര്യമുളവാക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ. How magnificent it is. It is so much that can, astonish us. നാം ക്രൂശിലേക്ക് നോക്കുന്നു, നാം രക്ഷ പ്രാപിക്കുന്നു, എന്നാൽ അത് കഴിഞ്ഞകാല അനുഭവമാണ്. ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് കഴിഞ്ഞകാല അനുഭവമാണ്. So we look at the cross, we get saved, and that is of an action that has already taken. ഇന്ന് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. അത് ഇന്നത്തെ അനുഭവമാണ്. നാം ദൈവ തേജസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് നാം ദൈവ കൃപയിൽ നിൽക്കുകയാണ്. So before we come to the glory of God, we stand in the grace of God. That is an experience that we have today. ഇനി നമ്മുടെ മുമ്പിൽ ഒരു ഭാവി ജീവിതമുണ്ട്. ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ നാം സന്തോഷിക്കുന്ന ഒരു ഭാവി ജീവിതം നമുക്കായി ലഭിച്ചിരിക്കുകയാണ്. And we have also been given that glorious hope to rejoice in the glory of God for the future. ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രാധാന്യത എത്രമാത്രം വലുതായിട്ടാണ് പരിശുദ്ധാത്മാവ് വേദഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. Oh, how great is the death of the Lord Jesus Christ being so beautifully emphasized by the Spirit of God through these verses. ഞാൻ ഈ 2-ാമത്തെ ഭാഗത്തേക്ക് എളുപ്പമൊന്ന് കടന്നു വരട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കത്തെ കുറിച്ച് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 1-15 നാം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നാം വായിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു. എന്താണ് വായിക്കുന്ന വാക്യം? എങ്ങനെയാണ്? So we read in coming പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. So in 1 Corinthians chapter 15 and verse 3, we see as to how Christ also was buried for us, through scriptures for our sins. നമ്മുടെ കർത്താവിന്റെ കല്ലറയുടെ പ്രത്യേകത എന്താ? What was the speciality of the grave of our Lord Jesus Christ?
ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറ അല്ലേ? And what is the first thing that we, crosses our mind when we ask what is the speciality of the grave of Lord Jesus Christ? The answer is it was a grave that nobody else was laid before. ശരിയാണ്, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലറയാണ് നമ്മുടെ കർത്താവിന്റെ കല്ലറ. It is very true that it was a tomb where nobody else was laid before. A അങ്ങ് tomb which മാത്രമല്ല, got ഈ tomb which കല്ലറയ്ക്ക് got മാത്രമുള്ള ഒരു എന്താ പോലെ a tomb which got emptied by the person itself who was buried in. യാ അത് മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യമുള്ളത്, അതായത് യാതൊരു അവശിഷ്ടങ്ങളും ശേഷിക്കാത്ത ഒരു കല്ലറയുണ്ടെങ്കിൽ അത് അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയാണ്. If there is no remnants, or if there is nothing that has remained behind in any of the tomb or grave, it is that grave of Joseph from Arimathea. ഏത് പഴക്കം ചെന്ന, എത്ര പഴക്കം ചെന്ന കല്ലറയിലും അവശിഷ്ടങ്ങൾ ശേഷിക്കും. അടക്കം ചെയ്തതിന് ശേഷം അവശിഷ്ടങ്ങൾ ശേഷിക്കും. എന്നാൽ കർത്താവിന്റെ കല്ലറയിൽ മാത്രം യാതൊരു അവശിഷ്ടങ്ങളും ശേഷിക്കുന്നില്ല. No matter how the grave is or the tomb is, there would definitely be remains after the body is laid, but it is only the Lord Jesus Christ's tomb. There was absolutely no remains in that tomb whatsoever. ഇവിടെ മൂന്നാമതായി മറ്റൊരു കാര്യമുള്ളത്, ഈ കല്ലറയെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: അത് തുറക്കപ്പെട്ട കല്ലറയാണ്. And the third speciality about this grave is an open grave or open tomb. ഓപ്പൺ ഗ്രേവ്, തുറക്കപ്പെട്ടതായ ഒരു കല്ലറ. It is an open grave. വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ചില യാഥാർത്ഥ്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. Here is the certain important things that the Spirit of God is teaching us. ഈ കല്ലറ തുറന്നിരിക്കുകയാണ്. This grave is open. ലൂക്കോസ് 24 അധ്യായം വായിക്കുമ്പോൾ തുറക്കപ്പെട്ട അനേക യാഥാർത്ഥ്യങ്ങൾ ആ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. Luke chapter 24, we see very important things about this open grave being mentioned there. നിങ്ങൾക്ക് പരിചയമുള്ള അധ്യായമാണ്, ഞാൻ അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ലൂക്കോസിന്റെ 24 അധ്യായം നാം സൂക്ഷിച്ച് വായിച്ചാൽ തുറക്കപ്പെട്ട പല സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There are many things which are open, which is mentioned in Luke chapter 24. നമ്പർ 1, ഒരു തുറക്കപ്പെട്ട കല്ലറ കാണാൻ കഴിയുന്നുണ്ട്. And there we see an open grave or a tomb that is mentioned there. വേറെ എന്താണ് അവിടെ തുറന്നിരിക്കുന്നത്? What else is open there? വേറെ എന്തെങ്കിലും അവിടെ തുറന്നിട്ടുണ്ടോ ലൂക്കോസ് 24 അധ്യായത്തിൽ? Is there anything else which has been mentioned as being open, like the tomb or the grave? 26-27 വാക്യങ്ങൾ വായിച്ചാൽ Disciples' heart opened. ഹൃദയം തുറന്ന് വായിക്കുന്നുണ്ട്. 26-27 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ തിരുവെഴുത്തുകളെ തുറന്ന് നന്നായിട്ട് അവിടെ വായിപ്പാൻ കഴിയുന്നു. See, if you read 26 and 27 verses, ought not Christ have been suffered with this thing? There we see about scriptures being തിരുവെഴുത്തുകളെ expounded. തുറന്നു. He expounded them in all the scriptures. 24 അധ്യായത്തിന്റെ 31 വാക്യം വായിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണ് തുറന്നതായിട്ട് വായിക്കുന്നു. Verse 31, we read their eyes were open. ഇനി 24 അധ്യായത്തിന്റെ 45 വാക്യം വായിക്കുകയാണെങ്കിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ട അവരുടെ ബുദ്ധിയെ തുറന്നതായിട്ട് വായിക്കുന്നു. Verse 45, we see as to how the understanding was opened. ഇനി 24 അധ്യായത്തിന് 50-51 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ സ്വർഗം അവരുടെ മുമ്പിൽ തുറന്നതായിട്ട് വായിപ്പാൻ കഴിയുന്നുണ്ട്. Verse 50 and സ്വർഗത്തിലേക്ക് കരയിൽ പോയതായിട്ട് വായിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവം. 50 and 51 days, the ascension of the Lord Jesus Christ, where the heavens were opened. കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. The Lord Jesus Christ's grave or tomb is open. വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. It is very, very vital and important. എന്റെ മുമ്പിൽ അല്പസമയം കൂടി ഉണ്ട്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് വന്ന ചില കാര്യങ്ങളൊന്ന് ഞാൻ പറയട്ടെ. എന്താണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്? So let me tell you certain things more about the resurrection of Lord Jesus Christ. 2 or 3 things. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠം എന്താണ്? So when we say the Lord Jesus Christ is risen again, what are the spiritual lessons that we get out of it? എന്താണ് ബിനുവിനോട് ആദ്യം ചോദിക്കാം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠം എന്താണ്?
What is the resurrection? What the lessons have been taught about the resurrection when we say about the resurrection of the Lord Jesus Christ? കർത്താവിന്റെ മരണത്തിന്റെ പങ്കാളികളാവുന്ന നാമും റോമാലേഖനം 6-ാം അധ്യായം അല്ലേ? നാമും ആ. ഉയർപ്പ് പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠം എന്താണ്? ലോകം മുഴുവൻ ഈസ്റ്റർ ആഘോഷിക്കുന്നുണ്ട്. സകല ലോകത്തിനും അറിയാവുന്ന ഒരു വസ്തുതയാണ് യേശുക്രിസ്തു ഉയർന്നേറ്റെന്നുള്ളത്. എന്നാൽ ബൈബിൾ നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠങ്ങൾ എന്തെല്ലാം? What is the scriptural lessons that we learn through the resurrection of our Lord Jesus Christ? ഞാൻ ഈ ചോദ്യം ചോദിക്കേണ്ടതെന്ന് പലരും എക്സിറ്റ് അടിച്ച് പോകുന്നുണ്ട്. എന്നാലും ഞാൻ ചോദിക്കാതെ വിടുന്നില്ല എന്തായാലും. So probably because uncle is asking question, a lot of people are leaving. എന്താ ഗ്ലാഡിസ് ബ്രദറെ യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠം എന്താ? What is the spiritual lesson that we learn from the resurrection of the Lord Jesus Christ? ആത്മീയമായിട്ടുള്ള പ്രത്യാശ. നമ്മൾ ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതിയോ ഇങ്ങനെയുള്ള വിഷയത്തിൽ? ജയം എവിടെ? ആരാണ് പറഞ്ഞത്? പറഞ്ഞു മരണമേ നിന്റെ ജയം എവിടെ? Death, where is thy sting? യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന പാഠം. What is the lesson that the resurrection of Lord Jesus Christ gives unto us? We will also rise. നമ്മളും ഉയർപ്പ് പ്രാപിക്കും. നമ്മൾ ഉയർത്ത് പ്രാപിക്കും. അതൊക്കെ നമ്മുടെ അനുഭവങ്ങളായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന പാഠം അനുസരിച്ച് പറയാൻ ഒരുങ്ങാണ്. പറഞ്ഞു. അവൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. മരണത്തെ ജയിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. മരണത്തെ ജയിച്ചിരിക്കുന്നു, അതാണ് ഉയർത്തെഴുന്നേൽപ്പ്. Think in that way, he is victorious over death. മരണത്തിന് ഇനി അവന്റെ മേൽ കർത്തൃത്വമില്ല. വെരി ഗുഡ്. മരണത്തിന് ഇനി അവന്റെ മേൽ അധികാരമില്ല, കർത്തൃത്വമില്ല. Death has no authority over Lord Jesus Christ. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. എന്താണ് യേശുക്രിസ്തു ഉയർത്തുന്നത്? നമ്മുടെ പോയിന്റിലേക്ക് വന്നിട്ടില്ല, ചിന്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ 3 പോയിന്റുകൾ ഞാൻ പറയാൻ 5 പോയിന്റുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. There are 5 points that I want. തിരികെ വരുമെന്നുള്ള ഉറപ്പ്. ഓക്കെ. Promise of his coming back. ഇനി സമയങ്ങളാണ്, ഞാൻ തന്നെ പറയാം. നമ്പർ 1, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കാമോ? Romans chapter 1 verse 5. Romans chapter 1 and verse 5. And through him ഇതെല്ലാവരും തന്നെ നോട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യണം. യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് നമ്പർ 1, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. See, the resurrection of Lord Jesus Christ, it is a determined fact. It determines the factor of him being the Son of God. Son of God. അവൻ ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെടുന്നതാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. The resurrection of Christ is showing us that he is the Son of God. എന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുള്ളൂ. That it is only God who can be resurrected. ദൈവം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യപുത്രനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് ദൈവം എന്ന് തെളിയിക്കുന്ന അനുഭവമാണത്. And it is that he proves himself to be God, that he is resurrected from death only because God can only resurrect from death. ഈ ഈസ്റ്റർ അഥവാ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ലോകം ഒന്നും അറിയാതെ ആഘോഷിക്കുമ്പോൾ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത് അവൻ ദൈവപുത്രൻ, സാക്ഷാൽ ദൈവം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. Even as when the world celebrates about his resurrection, not knowing what it is, but his resurrection is calling upon 2 things. 1, he is the Son of God, that he himself is God, and that he is, he is resurrected from death. Number 2, രണ്ടാമത്തെ കാര്യം. Second point. 1 Corinthians chapter 15 verse 14 and 17. 1 Corinthians 15-ാം അധ്യായത്തിന്റെ 14-ഉം 17-ഉം വാക്യങ്ങൾ വായിച്ചാൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തിന് അധിഷ്ഠിതമായിരിക്കുന്നു എന്നുള്ളതാണ്. So if you read 1 Corinthians chapter 15
15 verses 14 and 17, it says it is something, which is for our faith. It is testifying about our faith. വിശ്വാസത്തിന് അധിഷ്ഠിതമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. So it is far beyond our faith that, the resurrection of Lord Jesus Christ. 14-17 വാക്കിൽ എന്താ വായിക്കുന്നത്? ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. So it's 14, it says, if Christ is not risen, then our preaching is empty, your faith is also empty. എത്രയോ ഗൗരവമേറിയ ഒരു സത്യമാണത്. How important and serious a thing is it? So number 1, Romans chapter 1 verse 5, ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുന്നു. One is Romans chapter 1 and verse 5. It says it's declaring that he is the Son of God. Number 2, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പ്. So the resurrection of Lord Jesus Christ is just foolproofing the faith or the greatness of that faith. Number 3, Romans chapter 4 verse 24, റോമാലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. Romans 4 and verse 24. അവിടെ എന്താ വായിക്കുന്ന അറിയാമോ? നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർപ്പിച്ചിരിക്കുന്നു. And that he is being raised again for our justification. Our justification, നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. For our justification is he resurrected. 4-ാമത്തെ കാര്യം, Fourth thing, റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. Romans chapter 6 and verse 4. നമ്മുടെ അല്ലെങ്കിൽ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Resurrection of Lord Jesus Christ is that so that we walk in the newness of life. 4 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വിശദീകരിച്ചില്ല, ഞാൻ വാക്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. 5-ാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തിയിലെ 17-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ. Acts of the Apostles chapter 17 verses 30 and 31. ഇവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് അവരുടെ ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. തന്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരെന്നും ഉയർപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. Verse 30 and 31, truly the times of ignorance God overlooked, but now commands all men everywhere to repent, because he has appointed a day on which he will judge the world in righteousness by the man whom he has ordained. He has given assurance of this to all by raising him from the dead. നോക്കുക, ആ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഉറപ്പ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സാധിക്കുക. Oh, he is giving the assurance that he will judge the world in righteousness by the resurrection of his son. 5 വാക്യങ്ങൾ പറഞ്ഞു. ഈ 5 വാക്യങ്ങൾ നിങ്ങൾ നിശ്ചയമായിട്ട് നോട്ട് ചെയ്യണം. See, 5 verses that I told you, please take a note of these 5 verses. ഞാൻ ഒന്നും കൂടെ പറയാം. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. Romans chapter 1 and verse 5. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുന്നു. And that there is the declaration that him being the Son of God in that verse. 1 Corinthians 15-ാം അധ്യായം 14-ാം വാക്യവും 17-ാം വാക്യം. ഈ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. And this resurrection is within the framework of faith. First Corinthians chapter 15 verses 14 and 17. 3-ാമത്തെ കാര്യം, റോമാലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. Third thing, Romans chapter 4 and verse 24. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു. For our justification he was raised. 4-ാമത്തെ കാര്യം, Fourth thing, റോമർ 6:4, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കാരണമായിരിക്കുന്നു. Romans chapter 6 and verse 4, we see so that he was resurrected so that we walk in the newness of life. 5-ാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തി 17-30-31, ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നു എന്നതിന്റെ ഉയർപ്പാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. ന്യായവിധിയുടെ ഉറപ്പാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Acts chapter 17 verses 30 and 31, it is the assurance that God will judge the world in righteousness through his, that is the assurance through his resurrection. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ
കുറഞ്ഞ പക്ഷം ഈ 5 യാഥാർത്ഥ്യങ്ങളെങ്കിലും പറയാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. See, when we talk about the resurrection, at the least we should be able to say about these 5 great truths about his resurrection. നാമധേയ ക്രൈസ്തവർക്ക്, ലോകത്തിലെ ക്രൈസ്തവർക്ക് ഇതിനകത്ത് ഒരെണ്ണം പറയാൻ കഴിയുന്നില്ല. And the so-called Christians or the nominal Christians cannot even say one of these truths. ദൈവമക്കൾ എന്നുള്ളതായ നിലയിൽ നാം കുറഞ്ഞത് ഈ 5 കാര്യങ്ങളെങ്കിലും മനഃപൂർവ്വമായി മനസ്സിലാക്കിയിരിക്കണം. Being the children of God, at least we should understand these 5 truths about the resurrection, about Lord Jesus Christ. ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ അടക്കപ്പെടൽ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. Lord Jesus Christ's death, his burial, his resurrection. നമ്പർ 4, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നു. And fourth thing, പ്രത്യക്ഷനായിരിക്കുന്നു. his resurrection and his appearance. 15-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് വായിക്കാൻ കഴിയും. And this we read about in 1 Corinthians chapter 15 verses 3 to 8. സമയം കുറവായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: അവൻ 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രചോദനമുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭ ഉപദ്രവിച്ചാൽ അപ്പോസ്തലൻ എന്ന പേര് യോഗ്യനുമല്ല, എങ്കിലും ഞാൻ ആകുന്നു ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതും ഇല്ല. And this is what we read, at least in verse 9 we read of, for I am the least of the apostles, so am not worthy to be called an apostle, because I persecuted the church of God, but by grace of God I am what I am, and his grace towards me was not in vain. അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടോ എന്നാണ് വായിക്കാൻ കഴിയും. There we see that he revealed himself to many. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും അവൻ പ്രത്യക്ഷപ്പെട്ടതിനും സാക്ഷ്യം വഹിക്കുന്ന അവന്റെ ശിഷ്യന്മാരാണ് ഈ ലേഖനം നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. The one who was testified to whom he revealed his appearance, the disciples, they have written these letters unto us. ഈ സത്യങ്ങൾ എത്രയോ അടിസ്ഥാനപ്പെട്ടതായ സത്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നത്. See how much of this foundational truths is what the Spirit of God is highlighting to us today. ഈ 15-ാമത്തെ അധ്യായം നിങ്ങൾ ഈ നിലയിൽ ധ്യാനിച്ചിട്ടുണ്ടോ എനിക്കത് അറിഞ്ഞുകൂടാ. I do not know if you have ever meditated on this chapter 15 in this manner. ധാരാളം ആത്മീയ സത്യങ്ങൾ ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ധാരാളം. There are many spiritual truths which is embedded in verse chapter 15. ഇന്നുവരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തതാകുന്ന സത്യങ്ങൾ ഈ 15-ാം അധ്യായത്തിൽ. Till today, that which has not been understood, rather, clearly that kind of truths are being embedded in chapter 15. കഴിഞ്ഞ ദിവസം ഈ അധ്യായം ഞാൻ പല പ്രാവശ്യങ്ങളിൽ വായിപ്പാനിടയായി തീർന്നു. അതിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിന്റെ പൂർണ്ണ രൂപം കിട്ടിയിട്ടില്ല. So I've been reading on this chapter 15 many a times, but there is one specific usage that has really caught my attention. I could not get a complete clarity over it yet. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരവുമായിരുന്നു. If at all you know about it, if you can let me know, I'll be very grateful. ഈ 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? Chapter 15 verse 29, what we read in there. 15-ാം അധ്യായം 29-ാമത്തെ വാക്യം. Chapter 15 verse 29, otherwise what will they do who are baptized for dead? If മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? What will they do who are baptized for dead? എന്താ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ? What do you mean by getting baptized for the dead? ഞാൻ കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് ഇതിന്റെ വ്യാഖ്യാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം ഞാൻ കണ്ടു. അതായത് ഈ ഒരു വാക്യത്തെ സംബന്ധിച്ച് ഏകദേശം 36 വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. So one servant of God, after I going through many, one servant of God said there are 36 explanation to this particular verse. 36 വ്യാഖ്യാനങ്ങൾ വായിച്ചാലും ഇതിന്റെ പൂർണ്ണമായിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
And with all the 36 explanation, I could not get a complete wholesome picture of this particular verse. ഇതെല്ലാം സങ്കല്പങ്ങൾ മാത്രമാണ്, അഭിപ്രായങ്ങൾ മാത്രമാണ്. All these are mere thoughts or mere opinions. ഒരുവിധം കൺവീനിയന്റ് ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിങ്ങനെയാണ്: സ്നാനമേൽക്കാതെ മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സ്നാനപ്പെടുന്ന രീതിയെ പറ്റി വായിക്കുന്നു. One of the most logical arguments is in this manner, that the ones who died without having being baptized, getting baptized for them. അതായത് സ്നാനമേൽക്കാതെ മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ സ്നാനപ്പെടുന്നതിനെ കുറിച്ചാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നതെന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് പൂർണ്ണമായി തെളിയിക്കാനൊന്നും പറ്റുന്നതല്ല. See, this is an opinion of certain people, that this is mentioned about people, believers who died without being baptized. The ones who are living would get baptized instead of them. It's just a thought, you cannot confirm it. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, അതുപോലെ ഗഹനമായ, അതുപോലെ ആഴമേറിയ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന അധ്യായമാണ് 1 Corinthians 15 അധ്യായം. So in this manner, this is the depth of the truth that is lying in chapter 15. This is what I wanted to bring to your attention. നിസ്സാരമായിട്ട് നാം ആരും കാണരുത്. We should not take it lightly. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ എത്രയോ ശക്തമേറിയ, എത്രയോ അതിശയിപ്പിക്കുന്നതായ വിഷയമാണത്. See, the resurrection of Lord Jesus Christ is of so much amazement and warmness to it. നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പ്രിയപ്പെട്ടവരെ. Shall we try and understand about it? നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാം. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഈ തിരുവെഴുത്ത് എന്താണ് നമ്മോട് സംസാരിക്കുക? നമുക്ക് ദൈവത്തോട് ചോദിക്കാം ആത്മാർത്ഥമായിട്ട്. Can we just sit prayerfully unto his presence and ask unto God to reveal those great and treasurable things from the scripture? നമുക്ക് ദൈവത്തിന് മുമ്പാകെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവനെ ഒന്ന് ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May the good Lord help us, that we are very earnestly sitting into the presence of God, desiring to know things from God. സമയം അല്പം മുമ്പോട്ട് പോയി ദയവായി ക്ഷമിക്കാൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് ഒരു താമസിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. If the coming of the Lord tarries, we'll be able to meditate about few more things in the coming week. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ച്, അവന്റെ അടക്കപ്പെടലിനെ സംബന്ധിച്ച്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച്, അവന്റെ പ്രത്യക്ഷതയെ സംബന്ധിച്ച് ഈ 4 യാഥാർത്ഥ്യങ്ങളാണ്, ഈ അടിസ്ഥാന ചരിത്ര സത്യങ്ങളാണ് സുവിശേഷത്തെ നിലനിർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഘടകം. See, the 4 important things that sustains, or the foundation of the gospel, is the death of Lord Jesus Christ, his burial, his resurrection, and his appearance. And this is historical truths which sustains the gospel as the way it is. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാന അല്ലെങ്കിൽ മരണ അടക്ക പുനരുത്ഥാന വിഷയങ്ങളില്ലാത്തതാകുന്ന പ്രസംഗങ്ങളൊന്നും സുവിശേഷ പ്രസംഗങ്ങൾ എന്ന് പറയാൻ പോലും കഴിയുന്നതല്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയാം. Also, we need to understand this factor. Any preaching which does not have the death, burial, resurrection of Lord Jesus Christ is not the preaching of the gospel. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുവാനും അതിന്റെ തിരിച്ചറിവുണ്ടായിട്ട് ദൈവത്തെ സേവിക്കുവാനും നമുക്ക് ദൈവം കൃപ വരുത്തട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be ever glorified. Let us be able to sit in presence of the Lord, and in that way be able to understand more things and understand the seriousness of his scriptures, and through this his name alone be glorified.